നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചാള കറി വെക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചാള എന്ന് പറയുന്ന മത്തി, അപ്പം അതിനെ രണ്ടായി മുറിച്ച് കഴുകിയിട്ടിട്ടുണ്ട്. മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു 2 ചെറിയ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി കുറച്ച്, ഇത്ര ഒരു, ഞാനിത് ഇട്ടുപോയി പെട്ടെന്ന്, പിന്നെയാണ് ഞാൻ ഓർത്തെന്ന ഒന്ന് വീഡിയോ പിടിക്കാം. പച്ചമുളക് ഒരു 4 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറിയ പീസുകളാക്കിയിട്ട് ഇത്രയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് ഞാനൊരു 1.5 സ്പൂണാണ് ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി, 1 സ്പൂൺ, ഒരു സ്പൂൺ, വലിയ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം, കൂട്ടി തിരുമ്പി എടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചു. ഇപ്പോൾ ഇത് കാണുമ്പോൾ കളറൊന്നും അധികം തോന്നില്ല, എരിവില്ല എന്നൊക്കെ തോന്നും. പക്ഷേ എരിവുണ്ടാവും, കാരണം മുളക് പൊടി എരിവുള്ളതാണ്, പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ചൊരു അല്പസമയം നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, വെള്ളമൊക്കെ ഒഴിച്ച് പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ചു. ഇനി ഇത് നല്ലോണം ഒരു 10 മിനിറ്റ് ഏകദേശം, അത്ര വേണ്ട, നമ്മൾക്ക് വേവ് അറിയുമ്പോൾ അറിയാലോ, അതനുസരിച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കുറച്ച് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് താളിച്ചിടാം. അപ്പോൾ ആ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. പിന്നെ കറിവേപ്പില ചേർത്തിട്ടില്ല, കാരണം ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പിലയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ നല്ലോണം മാങ്ങയും മീനൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കണം, ഉപ്പ് കുറവുണ്ട്.
ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കറി കാച്ചാം, ഉള്ളി കാച്ചാം കേട്ടോ. മീൻ കറി അത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താളിക്കാനായിട്ട് ഉള്ളി താളിക്കാം. അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി, നമുക്കതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ മത്തിക്കറി. സാധാരണ എല്ലാവരും ചെയ്യണത് തന്നെയായിരിക്കും. നമ്മളിതിൽ നാളികേരം അരച്ചിട്ടില്ല എന്ന് മാത്രം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, ജോലിക്കൊക്കെ പോകണവരൊക്കെ ആകുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് വീഡിയോ പിടിക്കണത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.